ചേടാ ഇതെന്തോ പറയാനാന്ന് പറ. ഇത്രയും പാചകം ചെയ്ത സാധനങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഈ ആശാൻ ഇത് എവിടെ പോയി കിടക്കുവോ? ഈ കല്യാണ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയാനാ? എന്തായാലും ഈ ആശാൻ ഇത് എവിടെ പോയി കിടക്കുവോ? ഞാൻ കേട്ട് നീ എന്തോ കിടന്ന് ചലിക്കുന്നത്? ഞാൻ പിന്നെ ചലിക്കാതെ പിന്നെ എന്താ വേണം? ആശാൻ എന്തിനു പണിയായി കാണിച്ചത്? ഞാനൊരു ആവശ്യത്തിന് പോയതല്ലയോ. ആശാനെ ഈ പാചകം നടക്കുന്ന സമയത്ത് ഇത് പകുതി കിട്ടിട്ട് ആശാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീട്ടുകാർ വന്ന് എന്നോട് ചോദിച്ചാൽ ഈ ചങ്കം മത്തങ്ങ അറിഞ്ഞൂടാ ഞാൻ എന്തോ പറയും? അല്ല ആശാനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ? ഇപ്പൊ ഈ സ്ഥിരമായിട്ട് പാചകത്തിന് പോകുന്ന സ്ഥലത്തുനിന്ന് ഈ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ആശാൻ ഇത് എവിടാ പോന്നെ? പച്ചക്കറി അറിയാൻ വന്ന രമണിയെ കൊണ്ടുവിടാൻ വീട്ടിൽ പോയതാ. അത് നേരം വെളുത്തിട്ട് കൊണ്ട് വിട്ടാ പോരെ? എടാ, വെട്ടം വീണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകേണ്ട കാര്യമുണ്ടോ? അവൾ ഒറ്റയ്ക്ക് പോകത്തില്ലയോ? ഓ ശരി. ആശാനെ, ഇവിടുന്ന് ആരെങ്കിലും വന്ന് എന്റെ അടുത്ത് ഈ ചേരുവകളൊക്കെ ചേർത്തോ എന്ന് ചോദിക്കുന്ന എന്നോടാ ഞാൻ എന്ത് മറുപടി പറഞ്ഞാനെ? 36 വർഷമായിടാ പ്രിൻസേ ഞാൻ ഈ ജോലി തുടങ്ങിയിട്ട്. മനസ്സിലായോ? ഇതിനിടയ്ക്ക് ഒരുപാട് പാചകങ്ങൾ കണ്ടിട്ടുമുണ്ട്, ഒരുപാട് പാചകങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇത്രയും വർഷമായിട്ട് ഞാൻ ഇപ്പോഴും നിന്റെ മുമ്പിൽ ദാ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നീ ഈ പാചകക്കാരനെ കുറച്ച് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. എവിടൊക്കെ എന്തൊക്കെ ചേർക്കണമെന്ന് എനിക്കറിയാവുന്നത്ര നിനക്കറിയത്തില്ല. വെറുതെ തള്ളല് മാത്രമേ ഉള്ളല്ലേ, പാചകമൊന്നും അറിയത്തില്ലല്ലേ? എന്താടാ അങ്ങനെ ഒരു വർത്താനം? നെയ്യാന്നും പറഞ്ഞപ്പോ അതിനകത്ത് ഒഴിച്ച് എന്താണെന്നറിയോ? ആശാന് രാവിലെ കുടിക്കാൻ തന്ന സ്കോട്ട്സ്. എനിക്ക് ഇത് അബദ്ധം പറ്റിയതാണെന്ന് നിനക്ക് വിചാരമുണ്ടോ? ഇല്ല. എന്നാ അങ്ങനാണ്. നമ്മൾ രണ്ടുപേരും ഇവിടെ പാചകം നടത്താൻ തുടങ്ങിയിട്ട് എത്ര നാളായടാ? കുറെ നാളായി. 20 വർഷത്തോളം ആയില്ലേ? ആയി. ഇപ്പോഴും നമ്മൾ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാ? കാല് കൊണ്ട്. ആ കാല് ഞാൻ പിടിക്കാൻ നീ ഈ അബദ്ധം ആരോടും പറയരുത്. അങ്ങോട്ട് പോയേ. എടാ, ഇതിനിടയ്ക്ക് സാമ്പാർ വെച്ചോണ്ടിരുന്നപ്പോ എന്റെ മൊബൈൽ ഏതോ ഒരു സാധനത്തിനകത്ത് പോയി കാണുന്നില്ല. നീ അത് ഞാൻ തിരക്കി പോവാം. തിരക്കി പിടിക്കണം. വെച്ച് വന്നപ്പോ ആശാനെ, എന്തോ ആശാന്റെ മൊബൈൽ താണ്ട് ഇതിനകത്ത് കിടക്കുന്നു. ആ അപ്പൊ അതാ സാമ്പാർ. ഓക്കെ വെച്ച് വന്നപ്പോ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഇതിനകത്ത് മസാല കൂടുതലാണല്ലേ? ഈ മൊബൈലല്ലോ അതിനകത്ത് കിടന്നത്, പിന്നെ മസാല കൂടാതെ. ആശാനെ, നമുക്ക് എന്നും ഇങ്ങനെ ഈ ചോറും സാമ്പാറും പുളിശ്ശേരിയൊക്കെ വെച്ച് നടന്നാൽ മതിയോ? പിന്നെന്താ വേണം? എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഓ, വ്യത്യസ്തമായിട്ട് വേണം. ഇപ്പൊ എത്ര കൂട്ടം കറി വെച്ച്? ഇവിടെ മൊത്തം വേണ്ട 15 കൂട്ടം കറി വെച്ച്. അപ്പൊ ഒരു കൂട്ടം കറി കമത്തി കളഞ്ഞേരെ. അപ്പോഴോ അങ്ങനെ കമത്തി കളഞ്ഞ വ്യത്യസ്തത നമുക്ക് ഇരിക്കട്ടെ. എന്താ? അയ്യാടാ, ഭയങ്കര വ്യത്യസ്തത തന്നെ. ആ മതി, അത്രയും വ്യത്യസ്തത മതി. അല്ല പിന്നെ എടേ എവിടുന്നാ ഇത് ഈ ചിരി വരുന്നത്? അവിടുന്ന് ചിരി വന്നതല്ല, ഇവിടുന്ന് ചിരി വന്നത്. ആഹാ, ഇവിടം കൊണ്ട് ചിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. ആഹാ, കിടുന്ന സാധനമാണല്ലോ അടിച്ചത്. ആഹാ. ഓ, നിങ്ങൾ ഇതെന്തുവാ ജെഡി ഗോപന്റെ ഫ്ലോട്ടോ? ഹലോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല, എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവനാണ്. മരുമോൻ ഗൾഫിലാ.